ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഒരുപാട് റൂമേഴ്സ് ഡെയിലി വരുന്നുണ്ടെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം ഇൻവെസ്റ്റ്മെന്റ് ഡീല് പൂർത്തിയാക്കിയാൽ മാത്രമേ ക്ലബിന്റെ ഭാഗത്തു നിന്നും മറ്റ് പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ എന്ന്. ഇൻവെസ്റ്റ്മെന്റ് ഡീല് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ലീഗൽ ഇഷ്യൂ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്കൊരു ഡ്യൂ ഡിലിജൻസ് പ്രോസസ്സ് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാലും എന്തായിരിക്കും KBFCയുടെ പ്ലാൻ എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും. പ്ലാൻ എന്ന് പറയുമ്പോൾ അടുത്ത സീസണിൽ KBFCയുടെ ട്രാൻസിഷൻ സീസൺ ആയിരിക്കും. കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്വാഡിനെ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് മെയിൻ പ്ലാൻ. കോച്ച് വെസ്റ്റ്വുഡ് ഓൾറെഡി കണ്ടിന്യൂ ചെയ്യാൻ സമ്മതം അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് റിക്രൂട്ട്മെന്റ്സ് ആണ്. വിദേശ താരങ്ങളുടെ കാര്യത്തിൽ നമുക്ക് റഷ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ അപൂർവമായിട്ടാണ് കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ട്രാൻസ്ഫർ വിൻഡോ ഓഗസ്റ്റ് 31 അവസാനിക്കുന്നത് കൊണ്ട് തന്നെ സ്ക്വാഡിലേക്ക് ആവശ്യമുള്ള ഇന്ത്യൻ താരങ്ങളുടെ സൈനിങ്ങുകൾ ഉടൻ തന്നെ പൂർത്തീകരിക്കേണ്ടി വരും. അതിനുവേണ്ടി ക്ലബ്ബ് മാർക്കറ്റ് അറ്റാക്ക് ചെയ്യാനായിട്ട് ഉടനെ തുടങ്ങും. നേഗി അടക്കം പലരും നമ്മൾ ഓൾറെഡി പല പ്ലേയേഴ്സിനെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അവരുടെ അവൈലബിലിറ്റി എൻക്വയറി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഒരാഴ്ച മുമ്പ് പറഞ്ഞതാണ്. ഇനി അങ്ങോട്ട് ഡീല് ക്ലോസ് ചെയ്യാനായിട്ട് ക്ലബിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വേഗത്തിലാക്കും. പുതിയ സീസൺ എന്തായാലും ഒരു ട്രാൻസിഷൻ സീസൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കോച്ച് വെസ്റ്റ്വുഡിനോടൊപ്പം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്വാഡുമായിട്ട് ISL കളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്ലാനിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക.